നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 16-ാം തീയതി, അതായത് 1200-ാം ആണ്ട് വൃശ്ചിക മാസം 1-ാം തീയതി. ഇന്ന് വൃശ്ചികം 1-ആണ്. ശരിക്ക് ശബരിമല നട തുറക്കുന്ന ദിവസമാണ് വൃശ്ചികം 1. മണ്ഡല കാല ആരംഭ ദിവസമാണ് ഇന്ന്. മണ്ഡലം തുടങ്ങുകയാണ്. അപ്പോൾ ഇതിന് എല്ലാം ഉപരി ഇന്ന് ശനിയാഴ്ചയാണ്. അതുപോലെ കാർത്തിക നക്ഷത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഉദയം 6:23-നാണ് സൂര്യോദയം. 5:56-നാണ് അസ്തമയം. അതുപോലെ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ശനി എന്ന് പറയുമ്പോൾ ശാസ്താവാണ് ശനീശ്വര ദേവൻ. അപ്പോൾ ശനിയാഴ്ചയായിട്ടാണ് വൃശ്ചികം 1 ആരംഭിച്ചത്, മണ്ഡലം ആരംഭിക്കുന്നത്. അത് ശരിക്ക് വ്രതമൊക്കെ നോക്കുന്നവർക്ക് ഭാഗ്യദായകമാണ്, ശനിയാഴ്ച തന്നെ കിട്ടിയതുകൊണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ഇന്നത്തെ ദിവസം അത്ര കണ്ട് നല്ലതല്ല. ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് പരാജയവും അസ്വസ്ഥതയും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ നമ്മളെ പേടിപ്പിക്കാനാണ് എന്നൊക്കെ തോന്നും, കാലം കഷ്ടകാല സമയം ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഇന്നത്തെ യാത്രയിൽ ഇന്നത്തെ ദിവസം ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസവും യാത്ര ചെയ്ത് തീക്കുകയാണ്. ഓരോ ഇതളായിട്ട് ഓരോ ദിവസവും നമ്മൾ നിന്ന് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ആ കംപ്ലീറ്റ് ഇലയും പൊഴിഞ്ഞ് വരുമ്പം മരം പട്ടുപോകുന്നത് പോലെ നമ്മളും ഇല്ലാതെയാവും. അപ്പോൾ ഈ ഓരോ ദിവസത്തിൻ്റെ യാത്രയിൽ നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. ഇന്നത്തെ ദിവസം നമുക്ക് കൊള്ളൂല്ലെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കൊരു സൈൻ ബോർഡ് പോലെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ട് കാർത്തിക നക്ഷത്രം ശുഭനക്ഷത്രവും അല്ല. കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷമല്ല എന്നറിയുക. അപ്പോൾ വൃശ്ചികം 1-ാം തീയതി ആണ് നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കാർത്തിക നക്ഷത്രം വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കുറച്ചേറെ സൂക്ഷിക്കണം. സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാം, അപകട സാധ്യതകൾ ഉണ്ടാവാം, കാര്യങ്ങൾ എല്ലാം മന്ദീഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും മുന്നോട്ട് പോകത്തില്ല. അത് തൊഴിൽ ബിസിനസ്സിലായാലും ശരി, ഗ്രോത്ത് വരത്തില്ല, ജോലിയിൽ പ്രമോഷൻ വരില്ല, പൈസ പ്രതീക്ഷിക്കേണ്ടതിൽ നിൽക്കത്തില്ല. അപ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് 5 ദിവസം ആക്റ്റീവായിരുന്ന 10 ദിവസം ആക്റ്റീവ് അല്ലാതെ വരും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന കാലഘട്ടമാണ് ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം. ശനിയാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കണം. രാവിലെ സൂര്യഭഗവാനെ തൊഴണം. ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അതേപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി പോകുന്നത് നന്നായിരിക്കും. 9:16 തൊട്ട് രാഹുകാലം തുടങ്ങുകയുള്ളൂ. 9:16 തൊട്ട് 10:46 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും നമുക്ക് ഒരു ശുഭകാര്യത്തിനും എടുക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസത്തിൽ തന്നെ ഏറ്റവും സൂക്ഷിക്കേണ്ട 2 സമയങ്ങളാണത്. അല്ലെങ്കിൽ ഗുളികകാല സമയം വരുന്നത് 6:23 തൊട്ട് 7:50 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 1:36 തൊട്ട് 3:02 വരെയും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തം ഇന്നും ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന സമയം വരികയാണെങ്കിൽ അഭിജിത്തിനെ ആശ്രയിക്കുക. 11:45 തൊട്ട് 12:33 വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് എന്ത് കാര്യത്തിന് വേണോ എടുക്കാം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്ത്രം ധരിച്ച് പോകുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് ശരിക്ക് നീല തുണിയോ കറുത്ത വസ്ത്രമോ നമ്മളുടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കറുത്ത അല്ലെങ്കിൽ നീല തുണി കയ്യിൽ കരുതുക. ഇത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂട്ടാനും
നമ്മൾ നെഗറ്റീവിനെ പുറന്തള്ളാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്ക് വൃശ്ചിക ദിവസമാണ്, ശരിക്ക് മണ്ഡലാരംഭ കാലഘട്ടമാണ്. എല്ലാവർക്കും ശരിക്ക് ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.